ജനരോഷത്താൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 35 സീറ്റുകളിലേക്ക് ഇടതുപക്ഷം ഒതുങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പിന് കൂടി നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇനി ഇടതുപക്ഷത്തിന്റെ ഭാവി എന്താണ്? അവരുടെ പ്രവർത്തന മണ്ഡലം എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ടും ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? ഈ ചോദ്യങ്ങളാണ് നമ്മുടെയൊക്കെ മുൻപിൽ നിൽക്കുന്നത്. ഇവിടെ വളരെ പ്രസക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്നത്. പക്ഷേ അതിൽ ചില സംശയങ്ങളുണ്ട്. ഒന്നാമത്, അദ്ദേഹത്തിൻ്റെ തലക്കനം അതിന് സമ്മതിക്കുമോ എന്നതാണ്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യമാണ്. മൂന്നാമത്, ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കേരളത്തിനകത്ത് വി എസ് അച്യുതാനന്ദനൊക്കെ ഉണ്ടാക്കിയ ഓളം പോലെ ഒരു ഓളം തീർക്കാൻ സാധിക്കുമോ എന്നതാണ്. വി എസ് അച്യുതാനന്ദനിലൂടെയാണ് കേരളത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ പെരുമാറണം എന്നൊരു രീതി പുതിയ ഒരു സംവിധാനത്തിലൂടെ പുറത്തോട്ട് വന്നത്. അദ്ദേഹം മല കയറിയും കാടും കുന്നും കയറിയും സമരമുഖങ്ങളിലേക്ക് എത്തിച്ചേർന്നും ഇരകളോടൊപ്പം അന്തി ഉറങ്ങിയും അവർക്കൊപ്പം പട നയിച്ചും മുണ്ട് മടക്കി കുത്തിയുമൊക്കെ പ്രായമായ ഒരു മനുഷ്യൻ തെരുവുകളിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോള് കൂടി പുനർജനിക്കുകയാണ്. ആ തരത്തിൽ പിന്നീടുള്ള പ്രതിപക്ഷമെല്ലാം മാറുന്നതും നമ്മൾ കണ്ടു. എന്നാൽ പിണറായി വിജയനെ പോലെയുള്ള ഒരാൾക്ക് ആ തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന CPM-നകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പിണറായി വിരുദ്ധതയാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആ പാർട്ടിയെ അടക്കി വാണിരുന്ന പോലെ ഇന്നും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുവാനോ സംശയങ്ങൾ ഉന്നയിക്കുവാനോ ഒരാൾ പോലും തയ്യാറാവാത്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം പോലെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തുടർഭരണം ലഭിച്ച സമയത്ത് അത് കുറച്ചുകൂടി, ഒന്നാം പിണറായി കാലം നമുക്കറിയാം, വളരെ നല്ല ഒരുപാട് അടിസ്ഥാന സൗകര്യ മാറ്റങ്ങൾ വരുന്നു. കേരളത്തിനകത്ത് സ്കൂളുകളാവട്ടെ, ആശുപത്രികളാവട്ടെ, മറ്റടിസ്ഥാന സൗകര്യങ്ങളാവട്ടെ, അതിൻ്റെയൊക്കെ മുഖം മറ്റൊരു തരത്തിലേക്ക് മാറുന്നു. റോഡും പാലങ്ങളും എല്ലാം വളരെ വലിയ തരത്തിലേക്ക് വരുന്നു. അതോടൊപ്പം സീനിയോറിറ്റിയുള്ള മന്ത്രിമാർ, തോമസ് ഐസക്കിനെ പോലെ, സുധാകരനെ പോലെ, അങ്ങനെ തുടങ്ങിയ ഒട്ടനേകം ആളുകൾ ആ തരത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ തുടർഭരണം ലഭിച്ച് രണ്ടാം മന്ത്രിസഭ വരുമ്പോൾ ഈ പറയുന്ന സീനിയർ ആയിട്ടുള്ള ആളുകളെല്ലാം അദ്ദേഹം ഒതുക്കി ഒരു ഏക ഛത്രാധിപതിയായി അദ്ദേഹം മാറുകയാണ്. ആ സമയത്താണ് സ്വാഭാവികമായിട്ടും CPM-നകത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പാർട്ടിക്കകത്ത് ഭരണകൂടത്തിനകത്ത് എല്ലാം വളരെ ഒരു ഏകാധിപത്യ മനോഭാവം ഉണ്ടാകുന്നത്. പിണറായി വിജയനെ എതിർക്കാൻ കഴിയാത്ത തരത്തിൽ പാർട്ടി മാറുന്നു. പിണറായി വിജയൻ എന്ത് തീരുമാനിക്കുന്നുവോ ആ തീരുമാനങ്ങൾക്കെല്ലാം ഏറാമൂളിയാകുന്ന ഒരു പാർട്ടി സെക്രട്ടറി വരുന്നു. ഇതോടുകൂടി പാർട്ടിയും ഒരു കണക്ക്, ഭരണകൂടവും ഒരു കണക്ക് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. അത് ജനവിരുദ്ധ വികാരം എന്നതിനപ്പുറത്തേക്ക് പിണറായി വിരുദ്ധ വികാരമായിട്ട് മാറുന്നു. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പല സംസാരങ്ങളോട്, ചില പ്രസംഗങ്ങൾക്ക് അദ്ദേഹം മൈക്കിന് മുൻപിലെത്തുമ്പോൾ മൈക്കിന് തകരാറ് വന്നു കഴിഞ്ഞാൽ മൈക്ക് പിടിച്ചൊടിക്കുന്ന, മൈക്കിൻ്റെ ഓപ്പറേറ്ററെ പിടിച്ച് അസഭ്യം പറയുന്ന, തന്നെ വാഴ്ത്തി അനൗൺസ്മെന്റ് ചെയ്യുന്ന അനൗൺസറോട് ക്ഷോഭിക്കുന്ന, അതല്ലെങ്കിൽ ഇനി ഏതെങ്കിലും സ്വാഗത പ്രാസംഗികന്റെ പ്രസംഗം അല്പം നീണ്ടുപോയാൽ നീരസം പരസ്യമാക്കുന്ന, അത്തരത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ചു അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ കണ്ട ചില മാറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ മക്കളും പേരമക്കളും ഒക്കെയായി സർക്കാർ ചിലവിൽ വിദേശ യാത്രകൾ നടത്തുന്ന, വിദേശത്ത് അടിക്കടി ചികിത്സകൾക്ക് പോകുന്ന, ഒരു കണക്കുകളിലും സുതാര്യതയില്ലാത്ത, എന്നാൽ പാർട്ടിയോ മുന്നണിയോ അറിയാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന, ഇത്തരത്തിൽ ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഒരുമിച്ചെത്തുകയും അതെല്ലാം ഒരു ഏകാധിപതിയുടെ സ്വഭാവത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തപ്പോഴാണ് തന്നെ തിരുത്താൻ ശ്രമിക്കുന്നവരോട് പുച്ഛവും തന്നെ വാഴ്ത്തുന്നവരോട് ഏറെ സ്നേഹവും പ്രകടിപ്പിക്കുന്ന തരത്തിൽ ഒരു പിണറായി എന്ന ഒരു മുഖ്യമന്ത്രി ഒരു ഏകാധിപതിയെ പോലെ മാറുന്നത്. ആ പിണറായി എന്ന ഏകാധിപത്യത്തോടുള്ള ഒരു തിരുത്തലായി പാർട്ടി മാറി, മുന്നണി മാറി എന്നതുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഏകാധിപത്യം കാണിച്ച്, അല്ലെങ്കിൽ ഭരണ തലത്തിൽ ഒരു ഏകാധിപത്യം കാണിച്ച ഒരു പിണറായി ശൈലിയോട് ഇനി എങ്ങനെ ആളുകൾ യോജിക്കും അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുമ്പോൾ എന്നത് സംബന്ധിച്ച ഒരു വലിയ ചോദ്യചിഹ്നം മുൻപിലുണ്ട്. കാരണം പിണറായി വിജയന്റെ ശൈലിയോടാണ് ഇവിടെ എതിർപ്പ്. അത്തരത്തിലുള്ള ശൈലിയുള്ള ഒരാൾ എങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ
ശോഭിക്കും എന്നത് ഒരു വലിയ ഒരു പ്രശ്നമാണ്. തൊട്ടപ്പുറത്ത് ഭരണ ബെഞ്ച് തന്നെ പരിശോധിക്കുക. എനർജറ്റിക് ആയിട്ടുള്ള നല്ല യൂത്ത് മുഖങ്ങൾ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും UDFിൻ്റെയും ഒക്കെ ഒന്നാം നിരയും രണ്ടാം നിരയും മൂന്നാം നിരയും നിയമസഭക്കകത്ത് ശക്തമാണ്. അവരെല്ലാം പ്രോജ്വലരുമാണ്. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇനി പിണറായി വിജയൻ അല്ലെങ്കിൽ KN ബാലഗോപാലോ സജി ചെറിയാനോ ഒക്കെയാണ് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പറയപ്പെടുന്നത്. എന്നാൽ ആ പേരുകൾ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അവർക്ക് ഉൽപ്പാദിപ്പിച്ചെടുത്ത ഒരു രണ്ടാം നിരയും മൂന്നാം നിരയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? UDF ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, യൂത്തിൻ്റെ എനർജറ്റിക് ആയിട്ടുള്ള തീരുമാനങ്ങളും പദ്ധതികളും മുന്നോട്ട് വെച്ചപ്പോൾ ഇടതുപക്ഷത്തിന് അത് അത്ര തന്നെ മുന്നോട്ട് വെക്കാൻ സാധിച്ചില്ല. അതോടൊപ്പം തന്നെ UDFിൻ്റെ ക്യാമ്പയിന് പരിശോധിക്കുക. ഈ ക്യാമ്പയിനകത്തെല്ലാം ഈ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യുന്ന പുതിയ ജനറേഷന് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന പരസ്യങ്ങളും വാചകങ്ങളും അതോടൊപ്പം തന്നെ പ്രചാരണ രീതികളും എല്ലാം മുന്നോട്ട് വെച്ചു. എന്നാൽ പിണറായി വിജയൻ ടീം അഥവാ MV നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള AKG സെൻറ്ററിൽ പ്രവർത്തിച്ച വാർ റൂമിൽ നിന്ന് പുറത്തു വന്നതെല്ലാം ഒരു ഏകാധിപതിയെ മാത്രം പ്രോജക്റ്റ് ചെയ്യുന്ന പുതിയ തലമുറക്ക് അത്രമേൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത തരത്തിലുള്ള ക്യാമ്പയിനുകളും പ്രചാരണങ്ങളും ക്യാപ്ഷനുകളും മോട്ടോകളും ഒക്കെയാണ് പുറത്തു വരുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ജനറേഷനെ അടുത്ത് ഇടപഴകാൻ ജനറേഷനോട് ഒരു താല്പര്യപ്പെടുന്ന രീതിയിലായിരുന്നില്ല. ഇനി ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനകത്ത് VD സതീശനാവട്ടെ ഇനി മറ്റുള്ളവർ ആരെങ്കിലും ആവട്ടെ അവരൊക്കെ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു തീരുമാനം വരുമ്പോൾ ജനഹിതം അറിഞ്ഞ് തലമുറയെ മനസ്സിലാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഉൾക്കൊള്ളാൻ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സാധിക്കുമോ? അദ്ദേഹം ആ തരത്തിലേക്ക് താഴേക്ക് ഇറങ്ങി വരുമോ എന്നതാണ് ഇവിടെ ഏറെ പ്രസക്തം. അങ്ങനെ ഇറങ്ങി വരുന്ന ഒരു തലമുറയ്ക്ക് കൈമാറി കൊടുക്കുവാൻ എത്രത്തോളം CPM എന്ന സംഘടനാ സംവിധാനവും ഇടതുപക്ഷം എന്ന സംഘടനാ സംവിധാനവും വിജയിക്കും അല്ലെങ്കിൽ അവർക്ക് സാധിക്കും എന്നത് ഇവിടെ വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ വലിയൊരു പ്രതിസന്ധി നേതൃസ്ഥാനമല്ല, അടിസ്ഥാനമായി പ്രതിപക്ഷ നേതാവ് ആര് എന്നതിലേക്കല്ല, മറിച്ച് അടിസ്ഥാനപരമായി പുതിയ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യാൻ, പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യാൻ അവരുടെ കയ്യിൽ എന്തുണ്ട് മെക്കാനിസം എന്നതാണ്. ആ മെക്കാനിസം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ ഇടതുപക്ഷത്തിന് ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി ഇവിടെ വളരാൻ സാധിക്കും. സ്വയം വിമർശനങ്ങളും ഉൾപാർട്ടി ജനാധിപത്യത്തിലെ തെറ്റുതിരുത്തലുകളും എന്നൊക്കെ ഇടതുപക്ഷം പുറത്തോട്ട് പറയാറുണ്ടെങ്കിലും അവിടെയും വലിയ ചർച്ചകളോ മറ്റോ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പത്രക്കാർക്ക് വാർത്തയാക്കാൻ വേണ്ടി മാത്രം ചില വാർത്തകൾ മുന്നോട്ട് വെക്കുമെന്നതിനപ്പുറത്തേക്ക് ആ ശൈലി കൈവെടിയാൻ ഒരുപക്ഷെ അവർക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ വളരെ വലിയ ചോദ്യങ്ങളും സംശയങ്ങളും ബാക്കി നിൽക്കുകയാണ്. അതേസമയം തന്നെ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുമോ, ഇനി അതല്ല മറ്റാരെങ്കിലും ആയിരിക്കുമോ എന്നതും നമ്മുടെ മുൻപിൽ അഭ്യൂഹങ്ങളും ആകാംക്ഷകളും നിറക്കുന്നതുമാണ്.